ഈ റെയ്ഡിനെ തുടർന്ന് ഇന്നലേക്ക് ശേഷം ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം പൊതുവായിട്ട് വന്നൊരു കാര്യം, ഈ റെയ്ഡിനെ തുടർന്ന് CPM നേതൃത്വത്തിൽ വലിയൊരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള നിലയിലാണ് വന്നേക്കുന്നത്. നമുക്കൊരു കാര്യം വ്യക്തമാണ്, ആകെ തിരുവനന്തപുരത്താണ് യഥാർത്ഥത്തിൽ ചില തരത്തിലുള്ള ഉന്തും തള്ളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിനെ തുടർന്ന് വധശ്രമത്തിനുൾപ്പെടെയുള്ള കേസെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ കേസെടുത്തതിന് ശേഷം അതൊക്കെ ദൗർഭാഗ്യകര സംഭവമാണ്. കാരണം പിണറായി പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിൽ അവർക്കത് അനുസരിക്കുകയല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പുറത്ത് നമ്മൾ തർക്കം ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല, അവരുമായിട്ടൊരു സംഘർഷത്തിന് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അത് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ വന്നൊരു സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടാവും എന്ന് സംശയിച്ചപ്പോഴാണ് സാധാരണ ഇതില്ലാത്ത രൂപത്തിൽ എത്രയും വേഗം ആളുകൾ പിരിഞ്ഞു പോകണമെന്ന് പാർട്ടി നേതാക്കന്മാർ, ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള അവിടെ ഉണ്ടായിരുന്ന മറ്റ് നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞിട്ടാണ് ആളെ പിരിച്ചുവിട്ടത്. അപ്പോൾ അതിനുശേഷമാണ് ചെറിയ സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷേ അതിനെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യം, ഭയങ്കരമായിട്ടുള്ള ആക്രമണം ഇതിൻ്റെ പേരിലുണ്ടായി എന്നാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അന്വേഷണത്തിന് വഴിക്ക് പോട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മുഖ്യമന്ത്രിയും പറയാനുള്ള കാരണം? CPIM, അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യക്കകത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളിലെല്ലാം, ഇപ്പോൾ ഉദാഹരണം ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട്, മനീഷ് സിസോദിയക്കെതിരായിട്ട്, അതുപോലെ സഞ്ജയ് സിംഗിനെതിരായിട്ട് ആ കേസിൽ യഥാർത്ഥത്തിൽ ഒരു കൊടുക്കാൻ വേണ്ടി മദ്യവുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് ആവശ്യമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു കാര്യം ആലോചിച്ച ഒരു മിനിറ്റ്സോ അതിനാവശ്യമായിട്ടൊരു പണം മാറ്റിവെക്കുകയോ ബജറ്റിൽ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കരാറിൽ ഏർപ്പെടുത്തി ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ. അങ്ങനെ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ അകത്ത് ഇവരിങ്ങനെ ആലോചിച്ചു എന്ന് പറഞ്ഞ ശേഷം കേസാണ് ED എടുത്തത്. ആ കേസിലാണ് 5.5 മാസക്കാലം ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത്. മനീഷ് സിസോദിയ 1.5 വർഷം ജയിലിൽ കിടന്നു. സഞ്ജയ് സിംഗ് 2 വർഷം ജയിലിൽ കിടന്നു. ഏറ്റവും അവസാനം ഡൽഹി ഹൈക്കോടതി ആ കാര്യത്തിൻ്റെ അകത്ത് അദ്ദേഹത്തെ കേജ്രിവാളിനെ വിട്ടയക്കുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ ശരിയല്ലാത്തൊരു കേസാണെന്ന് പറയുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യക്കകത്തുള്ള നിരവധി കേസുകളിൽ ഇപ്പോൾ അതിൻ്റെ കണക്കുകളെല്ലാം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ED എടുത്ത കേസുകളിൽ ഒരു 5% പോലും 2-3% വരുന്ന കേസ് മാത്രമാണ് ഗൗരവപ്പെട്ടൊരു ശിക്ഷയിലേക്ക് നയിക്കുന്ന ട്രയലിലേക്ക് നയിച്ചിട്ടുള്ള കേസുകളുള്ളൂ. ബാക്കി മുഴുവനും ഒരുതരം കൊയർഷനാണ്. യഥാർത്ഥത്തിൽ ഒരു ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി എടുക്കുന്ന കേസുകളാണ്, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി എളുപ്പത്തിൽ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അതത്ര എളുപ്പമല്ലാത്തതിൻ്റെ പേരിൽ നടന്നിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം സമ്മർദ്ദത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണം ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറൻ ജയിലിൽ കിടന്നില്ലേ? അങ്ങനെയാണ് ഗവൺമെൻറ് അട്ടിമറിക്കാൻ നോക്കുന്നത്. എന്തിന്? മമതാ ബാനർജി നേരത്തെ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ് എത്തുള്ള മന്ത്രിയായിരുന്നു, റെയിൽവേ മന്ത്രിയായിരുന്നു. ആ മമതാ ബാനർജിയെ പോലും ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വേർതിരിച്ചത് ഈ ശാരദ ചിട്ടി കുംഭകോണം തുടങ്ങിയുള്ള കേസുകളിലെല്ലാം സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം ഭീഷണിപ്പെടുത്തി ആണ് ഒഴിവാക്കിയത്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ED അന്വേഷണം നടക്കുമ്പോൾ ഇതിന് ആധാരമായിട്ടുള്ള പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ഒരിക്കൽ ഇവിടെ പറഞ്ഞിരുന്നു, അതായത് ഈ കമ്പനി CMRL കമ്പനി അവരുമായിട്ടൊരു AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഏർപ്പെടുകയും ആ ഏർപ്പെടലിൻ്റെ ഭാഗമായിട്ടൊരു തുക കൊടുക്കുകയും ആ തുക കൊടുത്തതിനെക്കുറിച്ച് ഏതോ ഒരാൾ ഈ CMRL കമ്പനിക്കകത്ത് ഒരാൾ, ഏതോ ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെ ആവശ്യത്തിന് ഞങ്ങൾക്ക് ആവശ്യമായ സർവീസൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആ കമ്പനി ഹൈക്കോടതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി മുമ്പ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട് അവരുടെ. അതിൽ പറയുന്ന കാര്യം ഞങ്ങൾക്ക് സർവീസ് കിട്ടിയതാണ്. ഞാനൊരു ഘട്ടത്തിൽ ഇവിടെ നമ്മുടെ ഇതുപോലെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഉദാഹരണം ഞങ്ങളുടെ ഈ പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ ഈ ലിഫ്റ്റിന് ഒരു മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ട്, AMC ഉണ്ട്. ആ AMC പ്രകാരം 1.5 ലക്ഷമോ അല്ലെങ്കിൽ 1.25 ലക്ഷത്തിനാവട്ടെ, ആ AMC പ്രകാരം ലിഫ്റ്റിന് യാതൊരു കേടും ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ആളുകളെ വിളിച്ചില്ലാത്ത പക്ഷേ, ഈ പറഞ്ഞ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏജൻസിയെ വിളിച്ചില്ലാത്ത പക്ഷം പിന്നെ വരേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല. ഇതിവിടെ മാത്രമല്ല, മറ്റെല്ലാ കാര്യവും അങ്ങനെയാണ്. അങ്ങനെ ഒരു കേസിൻ്റെ അകത്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കേസായിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം വെച്ചാൽ എന്നെ 50 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്തത്? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇലക്ഷൻ കാലത്തെ ഫോക്കസ് എന്ന് പറഞ്ഞത്. എന്താ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ കാരണം? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനുള്ള കേസ് നരേന്ദ്രമോദി വന്നതിന് ശേഷം എടുത്ത കേസല്ല. 2012 ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കംപ്ലയിൻറ്റ്, സുപ്രീം കോടതിക്കകത്ത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി പറഞ്ഞു
ഈ കേസ് സംബന്ധിച്ച് ഏതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. എന്താണ് കേസ്? AJL പത്രഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏഷ്യ ജേർണൽ ലിമിറ്റഡ്, ആ പത്രഗ്രൂപ്പത്തിൻ്റെ ആയിരുന്നു യങ് ഹെറാൾഡ് പത്രം. ജവഹർലാൽ നെഹ്റു എഡിറ്ററായിരുന്ന യങ് ഹെറാൾഡ് പത്രം. ആ പത്രത്തിന് ഡൽഹിയിലുള്ള ആസ്തി, ഡൽഹിയിലും മുംബൈയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആ ആസ്തി എന്ന് പറഞ്ഞാൽ ഏകദേശം അന്നത്തെ കാലത്ത് 3000 കോടി. ഞാൻ വായിച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ അടുത്താണ്. ഞാൻ ആ പത്രം പറയാൻ കാരണം ആ വാർത്തയ്ക്ക് അടിസ്ഥാനം 3000 കോടി അന്ന് ആസ്തിയുള്ള ആ പത്രത്തിൻ്റെ ഈ സ്വത്തുക്കളും കെട്ടിടങ്ങളും എല്ലാം കൂടെ കൂടിയതിനു ശേഷം കൈമാറുന്നതിന് വേണ്ടി അന്നത്തെ കോൺഗ്രസിൻ്റെ ട്രഷററായിട്ടുള്ള മോട്ടിലാൽ വോറ കോൺഗ്രസിൻ്റെ ഫണ്ടിൽ നിന്ന് 90 lakhs rupees 90 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ പേരിലല്ലേ കെട്ടിടം രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ രജിസ്റ്റർ ചെയ്തത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ആൾക്കാരുള്ള ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. സുബ്രഹ്മണ്യസ്വാമിയുടെ കേസ് എന്താ? ആ കേസ് ഈ 3000 കോടി റുപ്യ മറ്റേ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ കെട്ടിടം വെറും 90 ലക്ഷം രൂപയ്ക്ക് മാറ്റിയത് മണി ലോണ്ടറിംഗ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ കേസ്. ആ കേസാണ് അന്വേഷിക്കാൻ പറയുന്നത് സുപ്രീം കോടതി. അന്ന് മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി. ആ സുപ്രീം കോടതി മൻമോഹൻ സിംഗിൻ്റെ കീഴിലല്ലേ അന്ന് ED. അങ്ങനെയാണ് സുപ്രീം കോടതി ആ കേസിൻ്റെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് അങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിലാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെ 50 മണിക്കൂർ ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ അസുഖങ്ങൾക്കിടയിലും 20 മണിക്കൂർ ചോദ്യം ചെയ്തത് ആ കേസിലാണ്. പിണറായി വിജയനെതിരായിട്ട് കേസ് എന്താ? അപ്പോൾ നമുക്കറിയാം പിണറായി വിജയനെതിരായിട്ടുള്ളൊരു കേസിൻ്റെ അകത്ത് അവർ കേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാവ്ലിൻ കേസാണ്. ലാവ്ലിൻ കേസിലെ എല്ലാ കോടതിയും കേസുകളിലും ശേഷം വീണ്ടും അപ്പീൽ കൊടുത്തേക്കുന്നത് CBI ആണ്. CBI കൊടുത്ത കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി ഓരോ തവണ ചോദിക്കും, അല്ല നിങ്ങൾക്കിതിന് ഈ കേസിന് വീണ്ടും എടുക്കുന്നതിന് തെളിവെന്താ? അപ്പോൾ സുപ്രീം കോടതിയിൽ CBI പറയും ഇപ്പോൾ തെളിവൊന്നും ആയിട്ടില്ല, മാറ്റിവെക്കാൻ പറയും. അങ്ങനെയാണ് 39-40 തവണ കേസ് മാറ്റിവെച്ചത്. CBIയുടെ ആവശ്യം, പിണറായി വിജയൻ്റെ ആവശ്യമല്ല, CBIയുടെ ആവശ്യമാണ്. CBI ആവശ്യപ്പെട്ടാണ് കേസ് ഇത്രയും നാൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തെളിവില്ല എന്നർത്ഥം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പിണറായി വിജയനെ സമരസപ്പെടുത്താൻ പറ്റില്ല, താരതമ്യപ്പെടുത്തി ചെയ്യാൻ പറ്റില്ല. അതൊരു കേസ്. ആ കേസിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധിയെ 50 മണിക്കൂർ ചോദ്യം ചെയ്യാൻ ഉത്തരവാദി പിണറായി വിജയനാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ PCC ആണ്, ഈ നമ്മുടെ ഡൽഹിയിലെ PCC ആണ് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് കേസ് കൊടുത്തത്. ഇന്ത്യ മുന്നണി നമ്മുടെ ദേശീയ തലത്തിൽ അന്വേഷിച്ചറിയാൻ പറ്റും, നോക്കിയാൽ അറിയാൻ പറ്റും. ബീഹാറിലും എന്തിനിപ്പോൾ ഈ പറഞ്ഞ ബംഗാളിലും നമ്മുടെ ഈ തമിഴ്നാട്ടിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണി CPIM ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. CPIM ഇന്ത്യ മുന്നണിക്ക് പല കാര്യങ്ങളിലും ലോക്സഭാ ഇലക്ഷൻ്റെ അകത്തെല്ലാം പിന്തുണ കൊടുക്കുന്നതാണ്. CPIM ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല, അംഗമല്ല. ആ ഇന്ത്യ മുന്നണി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അത് രാഹുൽ ഗാന്ധിയല്ലേ. നമുക്കറിയാം ഇപ്പോൾ NREG പദ്ധതി നടപ്പിലാക്കേണ്ട തീരുമാനിച്ച് പാർലമെൻറ്റിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പുതിയ ധാരണ പാസ്സാക്കുമ്പോഴാണ് ഈ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദി വിളിച്ചു ചേർത്തിട്ടുള്ള ചായ കുടി സൽക്കാരത്തിൽ പങ്കെടുത്തത്.